എന്തായാലും ഈ തെരച്ചിലിന് പോയ ആളുകളൊക്കെ നിങ്ങൾ നാട്ടുകാരാണോ? പേര് തോമസ്. എങ്ങനെയായിരുന്നു ഇവരെ കണ്ടെത്തിയത്? ഞങ്ങളൊക്കെ മുമ്പ് കുറെ കണ്ടെത്തിയായിരുന്നു. ഞങ്ങൾ തന്നെ അവരെ അടുത്തേക്ക് ചെന്നത് തന്നെ. അപ്പോൾ ഭയങ്കര ഒരു ടെൻഷൻ ആയിരുന്നു അല്ലേ? ഞങ്ങൾ ഇന്നലെ രാത്രിയോട്ട് തന്നെ ഒഴുകണ. ഓക്കെ എന്തായാലും ആശ്വാസകരം അല്ലേ? എന്തായാലും ഇതാണ് സംഭവിച്ചത്. നേരത്തെ ഇപ്പോൾ ഡാർലി ചേച്ചിയാണ് നമ്മളോട് സംസാരിച്ചത്. നേരത്തെ മായ ചേച്ചിയും സംസാരിച്ചിരുന്നു. വലിയ ആശങ്കയുണ്ടായിരുന്നു എങ്ങനെ ഇവരെ കണ്ടെത്തുമെന്നുള്ളത്. നേരത്തെ ചേച്ചി പറഞ്ഞതുപോലെ ആനകൾ ഈ പാറയുടെ ചുറ്റിനും ആനകളായിരുന്നു കൂട്ടമായിട്ടെത്തുകയായിരുന്നു. അത് ഞങ്ങൾ ഓടി പാറയിൽ കയറിയതിന് ശേഷം ഞങ്ങൾ സന്ധ്യ ഇപ്പം ആന ചുറ്റും വന്നു. ആനനെ കണ്ടാണ് ഞങ്ങൾ ഓടിയത്. ഇരു സൈഡും ആനയായിരുന്നു, രണ്ട് സൈഡിലും ആനയായിരുന്നു. അപ്പം ഞങ്ങൾ അന്നേരം ശരിക്കും ഭയന്നുപോയി. ഒരു മരത്തിൻ്റെ വിടവിൽ കയറി നിന്നു 3 പേരും കൂടെ. പിന്നെ ഞങ്ങൾക്ക് പേടിയായിരുന്നു ആന ഓടി വരുമോ, വന്നാൽ എന്ത് ചെയ്യും. ആദ്യം മരത്തിന്റെ ഇടയിലാണ് ഒളിച്ചു നിന്നതല്ലേ? പക്ഷെ അപ്പത്തേക്കും ആന വലിയ കൂട്ടത്തോടെ വന്നതോടെ പേടിയായി പോയി. പിന്നെ ഞങ്ങൾ കണ്ടില്ല. ഞങ്ങൾ മരത്തിന്റെ വിടവിൽ ഞങ്ങളുടെ ഒച്ച കേട്ടോണ്ടാണ് ആന വന്നത്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ തന്നെ ഈ പാറേന്റെ മുകളിൽ വലിഞ്ഞു കയറുമായിരുന്നു. നേരത്തെ ഇവരൊക്കെ പറഞ്ഞത് വലിയ പാറയായിരുന്നു. എങ്ങനെ കയറി 3 ആളും കൂടി? വലിയ പാറയായിരുന്നു. വേറെ ഒരു സുരക്ഷിതരായിരിക്കാൻ വേറെ മാർഗ്ഗമില്ലെന്ന് തോന്നിയല്ലേ? പിന്നെ അവിടെ പോയി കിടന്ന് കുറേ കഴിഞ്ഞപ്പോഴാണ് ആന ചുറ്റും ഞങ്ങൾ കിടക്കുന്നതിന് കല്ലിൻ്റെ ചുറ്റും വന്നു. നിന്നിരുന്ന പാറേന്റെ ചുറ്റിനും ആനക്കൂട്ടം വന്നു. ഞങ്ങളപ്പോൾ അവിടെ എനിക്ക് പയ്യ ഒന്നും മിണ്ടാതെ ഇരിക്കുവായിരുന്നു. ഒച്ചയൊന്നും ഉണ്ടാക്കാതെ അവിടെ ഇരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ അവർ പോയിട്ട് പിന്നെയും 2 പ്രാവശ്യം കൂടി വന്നു. തിരിച്ചു വന്നു ആനക്കൂട്ടം. അപ്പോൾ നിങ്ങൾ എന്തായാലും അവിടെ നിന്ന് മാറുന്നില്ല എന്ന് ഉറപ്പിച്ചു അല്ലേ? സുരക്ഷിതമായിരിക്കാൻ മുകളിൽ തന്നെ ഇരിക്കാന്ന് ഉറപ്പിച്ചു. ഞങ്ങളവിടെ ഉണ്ടെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. ഞങ്ങളവിടെ കിടന്നു. പിന്നെ അനങ്ങാണ്ട് അപ്പോഴത്തേക്കും പോയി. ക്ഷീണമായിരുന്നോ? ഭക്ഷണമൊക്കെ ബിസ്ക്കറ്റ് വെള്ളമൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞു. ഓക്കെയാണല്ലേ? ഈ വഴിതെറ്റി പോയതായിരുന്നോ? നിങ്ങൾ തിരിച്ചു വരാൻ നിൽക്കുമ്പോഴാണ് ഈ ആനക്കൂട്ടത്തൊക്കെ കണ്ട് വഴിതെറ്റുമൊക്കെ ചെയ്തത്? അപ്പോൾ തിരിച്ചങ്ങോട്ട് തന്നെ പോയി. കാണാൻ കഴിയുന്നത് ഇപ്പോൾ